നിങ്ങളുമായി പങ്കുവെച്ചപ്പം കൊന്നും കൊല്ലിച്ചും എഡിജി സുജിദാസ് തന്നെ പറയുന്നുണ്ട്, വേണ്ടി വന്നാൽ കൊല്ലാനും കൊല്ലിക്കാനും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ കേട്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിൽ പ്രധാനമായി ഞാൻ സൂചിപ്പിച്ചിരുന്ന എടവണ്ണ കേസായിരുന്നു. എടവണ്ണയിൽ നിദാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തലക്ക് വെടിയേറ്റ് മരണപ്പെട്ട ഒരു സംഭവം ഏകദേശം 1.5 വർഷം മുമ്പാന്ന് തോന്നുന്നു എനിക്കുണ്ട്. എൻ്റെ നാട്ടിൽ, എൻ്റെ അടുത്താണ്, 1-2 കിലോമീറ്റർ. അന്ന് ഇതിൻ്റെ ദുരൂഹതകൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു ഈ പറഞ്ഞ പോലെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ പോയിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, ആ മരിച്ച റിദാന്റെ ഭാര്യയെയും കുടുംബത്തെയും ഇന്നലെ ഞാൻ കണ്ടിരുന്നു. വിശദമായി ആ കുട്ടിയോട് ഈ കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ചു, ചോദിച്ചു. ആ കുട്ടി പറയുന്നു, ഇപ്പോൾ ആ കേസിൽ ബുക്ക് ചെയ്തിട്ടുള്ള പ്രതിയായി ഇവർ കുറ്റപത്രം കൊടുത്തിട്ടുള്ള ഷാൻ ഒരിക്കലും അത് ചെയ്യൂല. എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്, അവരത്രയും സ്നേഹത്തിലാണ്, ഒരു കാരണവശാലും എനിക്ക് ചെയ്യാൻ കഴിയില്ല. കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട കുടുംബം, അവൻ്റെ പേര് ഷാനാണ് ഇതിലെ പ്രതി, അവരുമായി ബന്ധപ്പെട്ടു എന്ന് സംസാരിച്ചു. അവർ തീർത്തും പറയുന്നു ആ കാര്യം ഈ ഷാൻ ചെയ്തിട്ടേ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ ഷാൻ പ്രതിയാക്കപ്പെട്ടു? ഈ പെൺകുട്ടിയോട് ഈ മരണം നടന്ന് പിറ്റേ ദിവസം പോലീസ് വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യ അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മുന്നിൽ വരും. അവരെ കൊണ്ട് എന്താ പറയിപ്പിക്കാൻ നോക്കിയെന്നറിയാം. ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തിയുമായി, ഷാനുമായി അവർക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നവർ സമ്മതിച്ചു കൊടുക്കണം. ആ അവിഹിത ബന്ധത്തിന്റെ ഭാഗമായി അവളുമായി ഒരുമിച്ച് ജീവിക്കാൻ അവരുടെ ഭർത്താവിനെ അവരുടെ കാമുകൻ ആണ് എന്ന് ഇവർ പറയുന്ന ഈ ഷാൻ വെടിവെച്ചു വന്നാണ്. അങ്ങനെ ഈ കുട്ടിയെക്കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വളരെ ഭീകരമായി 3 ദിവസം പോലീസ് മർദ്ദിച്ചു. കുട്ടിയെ നിങ്ങൾ വെളിച്ചം കാണില്ല, നീ സെൻട്രൽ ജയിലിലേക്കാണ് ഇവിടുന്ന് പോകുന്നത്, നീ അത് സമ്മതിച്ചാൽ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താൻ നോക്കാം, അതുകൊണ്ട് നീ അത് സമ്മതിക്കണം, ഞാൻ ജയിലിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞു ആ കുട്ടി. അങ്ങനെ അത് അവരെ സമ്മതിച്ചു കൊടുക്കാത്തതുകൊണ്ട് വേറൊരു വൈരാഗ്യം ഉണ്ടാക്കി. ഒരു സ്റ്റോറി, ഓൾ ബിൽറ്റപ്പ് സ്റ്റോറി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ ഫുൾ ഫയലെടുത്ത് ആ കേസ് പഠിച്ചതാ. ഒക്കെ കുക്കപ്പ് സ്റ്റോറിയാണ്. അത് കഴിഞ്ഞ് കൊന്നു എന്ന് പറയുന്ന ഈ ഷാന്റെ കുടുംബം ആ പയ്യനെ 3.5 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന റിപ്പോർട്ട് വരും. എനിക്ക് ഓർമ്മയുണ്ട്. 3.5 ദിവസം, ഈ സംഭവം നടന്ന 3.5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ അതിമൃഗീയമായി വർദ്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഇവളുമായി ബന്ധമുണ്ട്, അവിധ ബന്ധമുണ്ട് എന്ന് സമ്മതിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തി. അവനും അത് സമ്മതിച്ചില്ല. പിന്നീട് ഈ മരിച്ച റിദാനുമായിട്ട് വേറെ ചില വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിപ്പോൾ വിശദീകരിക്കാൻ കഴിയില്ല. ഇപ്പം തെളിവിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കുക്കപ്പ് സ്റ്റോറി ഉണ്ടാക്കി ആ വൈരാഗ്യത്തിനാണ് ഇവനെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് കേസ് അവിടെ ബ്രേക്ക് ചെയ്യണം. ഈ സംഭവം നടന്നു. ഈ പറയുന്ന ഷാൻ തന്നെയാണ് ഈ മരിച്ച റിദാനെ 7 മണിക്ക് അവർ ഒരുമിച്ച്, അതാണ് ആകെ തെളിവ്, വൈകുന്നേരം 7 മണിക്ക് ഇവർ ഒരുമിച്ച് ഇറങ്ങി എന്നുള്ളത്. അതുമെന്ന് അങ്ങോട്ട് സ്റ്റോറി കുക്ക് ചെയ്യാം. ഒരുമിച്ച് പോയി എന്നുള്ളത് ശരിയാണ്. അവർ ചായ കുടിച്ചു, അവരൊരു വണ്ടി വാടകയ്ക്ക് എടുത്തിരുന്നു, റെന്റേക്കാറിന്, ഈ കൊണ്ടോട്ടി ഭാഗത്തുനിന്ന്. അവിടെ ആ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ഫ്രണ്ടിന് വേണ്ടി, മരിച്ചവൻ്റെ ഫ്രണ്ടിന് വേണ്ടി എടുത്ത വണ്ടിയിരുന്നു. അപ്പോൾ ആ പൈസ എത്തിയപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ വിളിച്ചത്. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇവനെയും കൂട്ടി ഇറങ്ങി ജാമിയ കോളേജിൻ്റെ അവിടെ എത്തി. അവരൊരു ചായ കുടിച്ച് സിഗരറ്റ് വലിച്ച് പോകാൻ വണ്ടിയില്ല. ഈ വന്നവൻ്റെ സ്കൂട്ടറിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ വേറൊരു വണ്ടിയും കാത്തു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവന് ഫോൺ വന്നു എന്ന് പറഞ്ഞു, ഈ മരിച്ചവന്. അപ്പോൾ ആ ഫോൺ കട്ട് ചെയ്തിട്ട് ഈ ഷാനിനോട്, ഈ കൊന്നു എന്ന് പറയുന്നവനോട് പറഞ്ഞു,
നമ്മളൊന്ന് പോകുന്നില്ല, എനിക്കിൻ്റെ വേറെ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്നുണ്ട് ഇവരവിടുന്ന് പിരിയാണ്. ഇവനീ സ്കൂട്ടർ ഓടിച്ചവൻ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഈ പറയുന്ന ഇവൻ്റെ വീട്ടിന് തൊട്ടടുത്ത മലൻ്റെ മുകളിലാണ് കുന്നുമുറത്തെ സംഭവം ഉണ്ടായത്, നിങ്ങൾക്കറിയാം. അപ്പം ആ വീട്ടിൽ നിന്ന് ഇവൻ്റെ കൂടെ വന്നു എന്ന ഒറ്റ കാരണം വെച്ചിട്ടാണ് ഇവനെ ഇതിൽ പ്രതിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പോലീസുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ടീമുമായി ബന്ധപ്പെട്ട ചില പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ മരിച്ചവൻ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കരിപ്പൂരിൽ നടക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ അവൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ ഫോണ് വേറൊരു കേസിൽ കുടുക്കിയോണ്ട് തട്ടിയെടുക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തി, അതിലത് പരാജയപ്പെട്ടു. മാത്രമല്ല ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാനിത് വെളിപ്പെടുത്തുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇനി പൂർണ്ണമായിട്ടും ഇനി വരാൻ പോകുന്ന അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. അങ്ങനെ ആ ഒരു മോട്ടീവിലാണ് ഇവനെ കൊല്ലിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ സൂചിപ്പിക്കുന്നത്. കാരണം അത് വരുന്നത് സുജിത്ദാസിന്റെ അടുത്തേക്കാണ്. അപ്പൊ ആര് കൊന്നു, എങ്ങനെ കൊന്നു? പിന്നെ ഈ സംഭവം കഴിഞ്ഞ ഉടനെ അന്ന് വൈകുന്നേരം തൊട്ട് ഈ പറയുന്ന കൊന്നു എന്ന് പറയുന്ന വ്യക്തിയുടെ വീടും നാടും ഓഫീസും അവനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ പോലീസ് അരിച്ചു പെറുക്കിയിട്ടുണ്ട്. 3.5 ദിവസം കഴിഞ്ഞിട്ട് അവനോട് പറയാണ്, നിന്നെ വീട്ടിലൊന്ന് കൊണ്ടുപോകാൻ, വീട്ടിൽ പോയി വരേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ഇവർ സെർച്ചിന് പോവുക, ഏത് തോക്ക് കണ്ടെത്തണല്ലോ. പോലീസ് അരിച്ചു പറിക്കുക, 2-3 ദിവസമായിട്ട് പോലീസ് അരിച്ചു പറിക്കുക. പോലീസിന്റെ അറ്റൻഷനുള്ള വീടാണ്. ആ വീടിന്റെ അകത്തേക്ക് കയറുന്നു, റൂമിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കട്ടിലിന്റെ ചുവട്ടിൽ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ കാണുന്നു. ഒരു പോലീസുകാരൻ കാലുകൊണ്ട് ഇങ്ങനെ തട്ടി വെക്കുന്നു, അതാ കിടക്കുന്നു തോക്ക്. അങ്ങനെ തോക്ക് റിക്കവറി. ഈ ഫാസിലിന്റെ മരിച്ചവന്റെ കയ്യിൽ 2 ഫോണുണ്ട്. ഒരു ഫോണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേഷനിലെ ഫോണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഒന്നാമൻ സാധാരണ ഉപയോഗിക്കുന്ന ഫോൺ. ഈ 2 ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല, പോലീസ് റിക്കവറി ഇല്ല. അപ്പോൾ ഈ 2 ഫോണും ഇവനെടുത്തു. ആര്? ഈ പേരന്റെ കൺഫ്യൂഷനോ, ഈ കൊന്നു എന്ന് പറയുന്ന എന്താണ്, ഷാൻ. അത് ചാലിയാർ പുഴയിൽ എറിഞ്ഞു എന്ന് നീ പറയണം. എടവണ്ണ പാലത്തിന്റെ മുകളിൽ നിന്ന് എടവണ്ണ പാലത്തിലൂടെ ഞാൻ വീട്ടിലേക്ക് പോവാം. അങ്ങനെ അവൻ അവിടെ കൊണ്ടുവരുന്നു, പാലത്തിൽ നിർത്തുന്നു. സിനിമയിലെ കാണുന്ന പോലെ ഇങ്ങോട്ടാണ് എറിഞ്ഞതെന്ന് പറയുന്നു. ഭയങ്കര സ്കൂബ ടീം വരുന്നു. 3-4 ദിവസം മുങ്ങുന്നു, പൊങ്ങുന്നു, ഒരു സംഭവമില്ല. തോക്ക് എവിഡൻസ് പോയി. 2 ഫോണും മിസ്സിങ്ങാ. ഏറ്റവും വലിയ തെളിവുള്ള സാധനം അതാണ്. ഇങ്ങനെ കുക്കപ്പ് ചെയ്ത കേസ് ഞാൻ മറ്റിലേക്ക് കിടക്കുന്നില്ല, ഞാനത് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം ആ വിഷയം ഇവിടെ സൂചിപ്പിക്കുകയാണ്.